സുഹൃത്തുക്കളെ നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, അതായത് പതിനൊന്ന് ദിവസമായിട്ട്, അതായത് ബഷീർ സുജീവനം 565 മുതൽ 565 എന്ന് അടിച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. 565 മുതൽ ഏകദേശം 572 വരെ, അതായത് 8 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ 8 വീഡിയോ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, കൃഷിയെക്കുറിച്ചിട്ട്, ആരോഗ്യത്തെക്കുറിച്ചിട്ടാണ് നടത്തുന്നത്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആധുനിക ജനാധിപത്യ രീതിയെക്കുറിച്ചിട്ട് സംസാരിക്കാനാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് രീതിയാണ് നമ്മൾ തുടരുന്നത്. അത് മെജോറിറ്റി ജനാധിപത്യത്തിൻ്റെതാണ്. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. കൂടുതൽ ഈ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് കൂടുതൽ ഉന്നതമായ മറ്റു രീതികളുണ്ടോ എന്നതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ 5-ാമത്തേതായിട്ട് ദൈവവിശ്വാസം, മതം, യുക്തിവാദം, മാത്രമല്ല അവയുടെ പൊതു ആപേക്ഷികതയെക്കുറിച്ചിട്ട് സംസാരിക്കണം ഉദ്ദേശിക്കും. 6-ാമത്തേതായിട്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട്, ദേശീയ രാഷ്ട്രീയം, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ എന്താണ്, അതെങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുക, അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത. ഇതൊന്നും 100% ശരിയായിട്ടല്ല. നമ്മൾക്കൊന്ന് സ്വപ്നം കാണാം. ഏറ്റവും നല്ല നിലയിലാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ ആവും എന്നതിന്, നല്ല നിലയിലാവാനാണ് സാധ്യത. കാരണം ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ അടുത്തതായിട്ട് 7-ാമതായിട്ട് ആഗോള സ്പന്ദനങ്ങൾ. ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥ വെച്ചിട്ട് ലോകത്ത് തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പഴയ ആ ചൂഷക രീതി, പാശ്ചാത്യരുടെ പരമാവധി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കവർന്ന് കൊന്ന് തകർത്ത് അത് തന്നെ ഇനിയും തുടരുമോ? അത് ഇന്നത്തെ അതിൻ്റെ അവസ്ഥ എന്താണ്, നാളെ എന്താവും എന്നതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്പർശിച്ചു പോയത്. അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടി ഈ ആഴത്തിൽ, അതായത് ആധുനിക തത്വശാസ്ത്രങ്ങളുടെ വീക്ഷണത്തിൽ, ആധുനിക തത്വശാസ്ത്രം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആപേക്ഷികത സിദ്ധാന്തമാണ്. സാമാന്യ ആപേക്ഷികത എന്നോ പൊതു ആപേക്ഷികത സിദ്ധാന്തം. അപ്പോൾ തത്വശാസ്ത്രത്തിൻ്റെ പൊതു ആപേക്ഷികത, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് ഹ്യൂമൻ ഫിലോസഫി, അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കണം ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തെ, അതേപോലെ തന്നെ നമ്മുടെ കൃഷിയെ, അതേപോലെ നമ്മുടെ ചികിത്സയെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നത് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതാണ് ആദ്യമായി സമയം അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ യൂണിറ്റാണല്ലോ സമയം. ഈ മാറ്റം എന്നതിനെ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്ഥായിയായ, മാറ്റാൻ കഴിയാത്ത ഒരു മാനമായിട്ട്
ആദ്യമായിട്ട് നിർദ്ദേശിച്ച ഒരു സിദ്ധാന്തം. അതായത് അത് ഇല്ലെങ്കിൽ ലോകം തന്നെ ഇല്ല, മാറ്റമില്ലെങ്കിൽ ലോകം തന്നെ ഇല്ല എന്ന്. പക്ഷേ അത് പ്രപഞ്ചത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിയാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് സാമൂഹ്യമായിട്ട് അതിന് വല്ല പ്രസക്തി ഉണ്ടോ? സാമൂഹ്യമായി മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇപ്പോൾ നമ്മളെ പല മതങ്ങളുടെയും അടിത്തറ തന്നെ അത് ഒരിക്കലും മാറാത്തതാണ്. മാറ്റം ഒരിക്കലും വേണ്ടാത്ത സ്ഥായിയായ സത്യങ്ങളാണ് എന്ന നിലയിലാണ്. സ്ഥായിയായ ഒരു സത്യം ഉണ്ടോ? എനിക്കറിയില്ല. എന്തായാലും അപ്പോൾ ഈ മാറ്റം എന്നത് നമ്മൾ അംഗീകരിച്ചാൽ അത് സാമൂഹ്യ തലത്തിലും ഉണ്ട്, സമൂഹത്തിലും മാറ്റം ഉണ്ട് എന്നത് ആദ്യമായിട്ട് സൂചിപ്പിച്ച ഒരു ദാർശനികൻ ശ്രീബുദ്ധനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീബുദ്ധൻ തൻ്റെ അനിത്യ സന്ധ്യ അദ്ദേഹം മറ്റൊരാവശ്യത്തിനാണ് ഉപയോഗിച്ചത്. അതായത് ഇവിടെയുള്ള കഷ്ടപ്പാടുകളെ, നമ്മളുടെ ഈ ദുരിതങ്ങളെ ഒക്കെ നേരിടാനുള്ള കരുത്തായിട്ട് ഒരു പുതിയ പ്രത്യയശാസ്ത്രം അദ്ദേഹം കൊണ്ടുവരികയും അതിൻ്റെ ഒരു ഘടകമായിട്ടാണ് യഥാർത്ഥത്തിൽ ശ്രീബുദ്ധൻ ഈ അനിത്യ, അദ്ദേഹം പറഞ്ഞ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് ഒരു പ്രാപഞ്ചിക സത്യമായിട്ടോ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഗുണമായിട്ടോ അല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം അത് മനുഷ്യൻ്റെ ജീവിത രീതിയുടെയും മനുഷ്യൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ അനിത്യ എന്ന് കാണുകയും ഒന്നും പ്രകൃതിയിൽ ഒന്നും ജീവിതത്തിൽ ഒന്നും നിത്യമായതില്ല എന്നും, അതുകൊണ്ട് തന്നെ വിഷമിച്ചാലോ ദുഃഖിച്ചാലോ അല്ലെങ്കിൽ ആസ്വദിച്ചാലോ, സന്തോഷമുണ്ടായാലും സന്താപമുണ്ടായാലും നിങ്ങൾ വിഷമിക്കണ്ട, അത് സ്ഥായിയായി നമ്മൾ ഒരു സാക്ഷിഭാവത്തിൽ അതിനെ കണ്ടാൽ എത്ര വിഷമമുള്ളതാണെങ്കിലും അത് മാറും, എത്ര സന്തോഷമുള്ളതാണെങ്കിലും അതും മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപൂർവം ഉന്നത നിലവാരത്തിൽ ലോകത്തെ അല്ലെങ്കിൽ ജീവിതത്തെ കാണണം എന്ന നിലക്കാണ് ഗാന്ധിജി ഈ അദ്ദേഹത്തിൻ്റെ ആശയം, അതായത് മാറ്റം എന്നത് അനിവാര്യമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആശയം വെച്ച്. അതാണ് 20-ാം നൂറ്റാണ്ടോടുകൂടി ഐൻസ്റ്റൈൻ അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രാപഞ്ചിക നിയമങ്ങളുടെ അനിവാര്യമായ, അനിഷേധ്യമായ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് മാറ്റം അല്ലെങ്കിൽ സമയം എന്ന് സിദ്ധാന്തിക്കുന്നത്. അങ്ങനെയുള്ള ഇതിൽ ഈ മാറ്റത്തിൽ, അപ്പോൾ മാറ്റം എന്നത് ഉണ്ട്. ഈ മാറ്റം സാമൂഹ്യ തലത്തിൽ, മനുഷ്യൻ്റെ സാമൂഹ്യ തലത്തിൽ എങ്ങനെയാണ് എന്നതാണ് അടുത്തതായിട്ടുള്ള നമ്മളെ ഒരു പ്രശ്നം. സാമൂഹ്യ തലത്തിലുള്ള മാറ്റത്തിൻ്റെ കാരണം എന്താണ്? അതാണ് കാറൽ മാർക്സ് തൻ്റെ സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നില്ല, ഫിസിക്സും ബയോളജി ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിഷയം എക്കണോമിക്സ് ആയിരുന്നു.
സാമ്പത്തിക ശാസ്ത്രമായി. ആ സാമ്പത്തിക ശാസ്ത്രത്തിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾക്ക് കാരണം എന്നത് അദ്ദേഹം അവതരിപ്പിച്ച, അദ്ദേഹം മാത്രമല്ല അതിൻ്റെ മുമ്പുള്ള പലരുടെയും ഒരു തുടർച്ചയായിട്ട് അവസാനം അദ്ദേഹമാണ് അവതരിപ്പിച്ച അതിൽ അദ്ദേഹം പറഞ്ഞത് മാറ്റത്തിന് കാരണം, അതായത് സാമൂഹ്യ ബന്ധങ്ങളുടെ മാറ്റത്തിന് കാരണം ഉൽപാദന രീതികളാണ്. അതായത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന രീതികൾ ആണ് സാമൂഹ്യ ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷന് കാരണം. ഇത് സാധാരണ നിലക്ക് ഒരു സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷെ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് സാമ്പത്തിക ശാസ്ത്രത്തിന് മാത്രമല്ല, മനുഷ്യൻ്റെ നിഖില മേഖലകളിലും മാറ്റം അനിവാര്യമാണെന്നും ഈ മാറ്റത്തിന് കാരണം ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞാലും ശരി തന്നെയാണ്, പക്ഷെ അത് ടൂൾസാണ്. അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്താ? ടൂൾസാണ്. ഓരോ കാലത്തും കണ്ടുപിടിക്കുന്ന ടൂൾസാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റത്തിൻ്റെ അനിവാര്യമായ ചോദനയായിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ് ഈ ടൂൾസ് എന്ന് പറയുന്നത്? ടൂൾസ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യൻ എന്ന ജീവിയുടെ ഒരു നിർവചനം തന്നെ ടൂൾസ് ഉണ്ടാക്കുന്ന ജീവി, ടൂൾസ് ഉപയോഗിക്കുന്ന ജീവി. എന്താ ടൂൾസ് എന്ന് പറഞ്ഞാൽ? ടൂൾസ് എന്ന് പറഞ്ഞാൽ നിലവിലിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാനായിട്ട്, പ്രവൃത്തി കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുക. ആ ഉപയോഗിച്ച വസ്തു രണ്ടാമത് എടുത്തു വച്ചിട്ട് പിന്നീട് ഉപയോഗിക്കും. അപ്പോൾ ടൂൾസിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രത്യേക വസ്തു കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, അതേ വസ്തു രണ്ടാമത് സൂക്ഷിച്ച് വെച്ച് പ്രിസർവ് ചെയ്തിട്ട് ഇതേ ജോലി ചെയ്യാൻ രണ്ടാമത് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു ടൂൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളൊരു മാങ്ങക്ക് കല്ലെറിഞ്ഞാൽ അതും ഒരു അര ടൂളായിട്ട് പറയാം, പക്ഷെ അത് ടൂളല്ല. കാരണം എന്താ? പിന്നീട് നമ്മൾ അത് എടുക്കുന്നത്. നേരെ മറിച്ച് ഒരു കവണയാണെങ്കിൽ അതൊരു ടൂളാണ്. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇതാണ് അതിന് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിക്കുന്ന ഏക ആനിമൽ മനുഷ്യനാണ്. ഈ ടൂൾ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ മനുഷ്യൻ്റെ ദർജ, മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുവഴി ഉണ്ടായത് എന്താ വെച്ചാൽ പ്രകൃതിയുടെ രീതികളെ സ്വാധീനിക്കാനും അതിനെ മറികടക്കാനും ഉള്ള ഒരു പ്രവണത മനുഷ്യനുണ്ട്. അങ്ങനെയാണ് അതിലേറ്റവും ഭീകരനായ ടൂള്, അതായത് പ്രകൃതിയെ വെല്ലാൻ, പ്രകൃതിയേതരമായ കാര്യങ്ങൾ ചെയ്യാനും സൃഷ്ടിക്കാനും ഒക്കെയുള്ള കഴിവ് യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ടായി, ഒരു പരിധി വരെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ടൂൾസ് കൊണ്ടുണ്ടായ, അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൊണ്ടുണ്ടായ മാറ്റം. ഈ ടൂൾസിലെ ഏറ്റവും ഭീകരമായ ടൂൾ ഏതാണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പല ഉത്തരങ്ങളുണ്ടാവും. ആറ്റം ബോംബ് ഉണ്ടാവാം, അല്ലെങ്കിൽ തീ എന്ന് പറയാം. കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയും.
ഈ ഭാഷ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വന്തം സൃഷ്ടിയായ ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണ്. അതിന് ഉപയോഗിച്ചത് എന്താണ്? ഉപയോഗിച്ചത് ഈ അന്തരീക്ഷവായുവുള്ള അന്തരീക്ഷം, പിന്നെ ശബ്ദതരംഗങ്ങൾ, പിന്നെ നമ്മളെ വായ, നാവ്, ഈ വോക്കൽ കോളെന്ന് പറയുന്ന അത്, പിന്നെ ഈ എയർ ഇതൊക്കെ ഉപയോഗിച്ച് ഓരോ വസ്തുവിനും സിംബോളിക് ഇൻട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് പ്രതീകങ്ങളുടെ വിനിമയം. പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ട് വസ്തുക്കളെ കൈമാറുന്ന, വസ്തുക്കളുടെ ആശയം കൈമാറുന്ന രീതി. പ്രതീകങ്ങൾ ഉപയോഗിച്ച് വസ്തുക്കളുടെ ആശയം കൈമാറുന്നതോട് കൂടി ഉണ്ടായ വലിയ വിപ്ലവം എന്താണെന്ന് വെച്ചാൽ, അത് മനുഷ്യനെ ഭയങ്കരമായ അതിശക്തമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എന്താണ്? ഈ വസ്തു ഇല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ ആശയം എത്തിക്കാം. അത് അവിടെ നിൽക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും. അതോടുകൂടി മനുഷ്യൻ എന്ന ജീവി, നമ്മൾ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തനായ, അതിശക്തനായ ദൈവത്തെപ്പോലും, അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ ആ സങ്കല്പത്തെപ്പോലും തോൽപ്പിക്കുന്ന കഴിവുള്ള ഒരു ജീവിയായി. എന്ത് കാര്യത്തിൽ? ഇല്ലാത്ത കാര്യം അവതരിപ്പിക്കാനും അത് കൈമാറാനുമുള്ള കഴിവ്. അതായത് നുണ പറയാനും അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനും ഉള്ള കഴിവ് മറ്റൊരു ജീവിക്കുമില്ല, ദൈവത്തിന് പോലുമില്ല. ദൈവത്തെപ്പോലും തോൽപ്പിക്കാനുള്ള ഒരു ശക്തി, ഒരു പ്രത്യേക ഏരിയ, ഒരു ഫീൽഡ്, ഒരു കളിസ്ഥലം മനുഷ്യൻ സ്വായത്തമാക്കാൻ ഈ ഭാഷ എന്ന ഉപകരണമുണ്ട്. അങ്ങനെ കുറേ ഉപകരണങ്ങളുണ്ട്. ഈ ഭാഷ എന്ന ഉപകരണം കൊണ്ട് നമുക്ക് ഒരു വലിയ ലോകം തന്നെ, ഈ ഭൗതിക ലോകത്തിന് സമാനമായി, പാരലായി, അല്ലെങ്കിൽ സമാന്തരമായി ഒരു ആശയലോകം തന്നെ മനുഷ്യനുണ്ടാക്കാനായി. അതിലെത്രയോ വസ്തുക്കളുണ്ട്, ഉപകരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പൂജ്യം എന്നൊന്നില്ല നമുക്കറിയാം. അതായത് അക്കങ്ങളും എല്ലാം സങ്കല്പങ്ങളാണ്. അതിന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു, എത്ര ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതാണ് അത് വിനിമയം ചെയ്യാനും വിതരണം ചെയ്യാനും മറ്റൊക്കെ നമ്മളെ ശക്തരാക്കുന്നത്. എന്തായാലും പൂജ്യം, പിശാച്ച്, പ്രേതം, ജിന്ന്, ശൈത്താന്, മറുത, ആനമറുത, വിശ്വാസങ്ങൾ, സ്വപ്നങ്ങൾ, തത്വശാസ്ത്രങ്ങൾ, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? ഇതൊക്കെ മനുഷ്യൻ്റെ അവനുണ്ടാക്കിയ ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ വസ്തുക്കളാണ്. ഈ എല്ലാ തത്വശാസ്ത്രങ്ങളും, എല്ലാ സങ്കല്പങ്ങളും ഒക്കെ അവൻ്റെ പുതിയ ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അതുവഴി അവന് ഈ പുതിയ ഉപകരണം ഉപയോഗിച്ചിട്ട് അവൻ സൃഷ്ടിച്ച ഒരു ലോകം തന്നെ ഉണ്ട്. അതാണ് ആത്മീയ ലോകം, സങ്കല്പലോകം, സ്വപ്നലോകം എന്നൊക്കെ പറയുന്ന ലോകം എന്നർത്ഥം. അതൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ ഭാഷ കൊണ്ട് ഉണ്ടായ ഒരു മെച്ചമാണ്. മെച്ചമോ ശക്തിയോ അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തോ ആണ്. ഈ ഭാഷ ഇല്ലെങ്കിൽ ഈ വസ്തുക്കൾ വിനിമയം ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ടൂൾ എന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒന്നാണ്.
ഈ ടൂളുകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത്. അതാണ് ടൂളുകളാണ് യഥാർത്ഥത്തിൽ മാറ്റത്തിന് കാരണമാകും, സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നത് ടൂൾസാണ് എന്നാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ടൂൾസുകളിൽ 3 ടൂളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞത്. 1 വിദ്യാഭ്യാസം, 2 അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി, 3 ചികിത്സ. ഇതൊക്കെ ആധുനിക കാലത്ത് ഉണ്ടായ അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ഇവിടെ കൊണ്ടുവന്നത് 1835 കൂടി മെക്കാളെ പ്രഭു ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സമർപ്പിച്ച മെക്കാളേസ് മിനിറ്റ്സ് എന്ന പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു രേഖയിലൂടെ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രജകളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയിലുള്ള ഈ അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും സമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. 1818 എന്നാണ് എൻ്റെ ഓർമ്മ, മാർക്സിൻ്റെ ജനന വർഷം ആണ്. ഏതോ ഒരു ഇതിൽ ഞാൻ വായിച്ചതാണ്. ഇന്ത്യയുടെ വിപണിയിൽ ഇന്ത്യയുടെ വരവും ചെലവും, അതായത് അന്ന് വരെ ഇന്ത്യക്ക് സർപ്ലസ് ആയിരുന്നത് അപ്പോൾ തുല്യമായി, വരവും ചെലവും തുല്യമായി. അതിനുശേഷം കുറഞ്ഞ് അതുവരെ ഏകദേശം 27-25% ടോട്ടൽ GDPയുടെ 27-25% ഉണ്ടായിരുന്നത് അത് കുറഞ്ഞു വന്ന് അത് നമ്മൾ അവസാനം പോകുമ്പോൾ ബ്രിട്ടീഷുകാരൻ പോകുമ്പോഴേക്ക് അത് 2% താഴെയായി മാറി. അങ്ങനെയുള്ള വലിയ ഉപകാരം, വലിയ കൊള്ള, വലിയ കുത്തിച്ചോർക്കൽ ബ്രിട്ടീഷുകാരൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ചെയ്തു. എങ്കിൽ പോലും വിദ്യാഭ്യാസത്തിലൂടെ അവൻ നേടിയതെന്താ, അവൻ വിജയിച്ചതെന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരൻ ഭയങ്കരനാണ്. അവൻ ഏറ്റവും മാന്യതയും അന്തസ്സും സംസ്കാരവും ഉള്ളതാണ്. ലോകം മുഴുവൻ കുത്തിച്ചോർത്തുന്ന കവർച്ചക്കാരാണ് ഈ പറയുന്നത് കേട്ടോ എന്ന രീതിയിലാണ് വിദ്യാഭ്യാസം അവൻ ഇവിടെ അവതരിപ്പിച്ചത്. പ്രജകളെ അത് പഠിപ്പിച്ചാൽ അവൻ യജമാനോട് ഒരു ഭക്തി, യജമാനോട് ഒരു ബഹുമാനം, യജമാനൻ്റെ രീതികളോട് ഉള്ള ഒരു അഭിനിവേശം, അതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു ആ പ്രജാവിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ലോകം മുഴുക്കെ ഇപ്പോൾ ബ്രിട്ടീഷ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നായിട്ട് ഈ ലോകത്ത് തന്നെ പങ്കിട്ടിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ ഈ പ്രജാവിദ്യാഭ്യാസം നിലനിന്നിരുന്നു. ഈ പ്രജാവിദ്യാഭ്യാസം നിലനിന്നതിൻ്റെ അതിൻ്റെ പൊതുവായ സ്വഭാവം എന്താ വെച്ചാൽ ലോകത്തെ ഏറ്റവും സംസ്കാരവും ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യർ ഉള്ളത് പാശ്ചാത്യരാണ്, അല്ല യൂറോപ്യനാണ്. അവൻ്റെ എല്ലാം വളരെ ഉന്നതവും മഹത്തരവും നമുക്ക് വെല്ലുവിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉന്നതമായ അവസ്ഥയിലുള്ള സംസ്കാരം, ഭാഷ, സ്വഭാവ ഗുണങ്ങൾ, കഴിവുകൾ, ഇതൊക്കെ തന്നെ വളരെ ഉയർന്ന് അവനോടുള്ള ആ ബഹുമാനം നിലനിർത്താനാണ് ഈ അവൻ്റെ പഠന വിഷയങ്ങളിലൊക്കെ തന്നെ
അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള പല 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 ഉദാഹരണങ്ങളും അവൻ ചെലുത്തിയത്. അതുവഴിയാണ് ഈ പ്രജകളായിട്ടുള്ള ഇവർക്കൊക്കെ തന്നെ പാശ്ചാത്യരോടുള്ള ബഹുമാനം. അത് നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ അവരുടെ ലോകത്തിൻ്റെ ഭാഗ്യത്താലോ ഈ യൂറോപ്യൻ അല്ലെങ്കിൽ കോളനി രാജാക്കന്മാരുടെ നിർഭാഗ്യത്താലോ അവർ തമ്മിൽ തന്നെ അടിപിടി കാരണം ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാവുകയും ഇനി മുതൽ അങ്ങനെ പഴയ പോലെ നേരിട്ട് കവർച്ച നടക്കില്ല. അതൊരു പരമാവധി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കവർച്ചയാക്കാം എന്ന രീതിയിലേക്ക് ഈ രാജ്യങ്ങളിലൊക്കെ സ്വതന്ത്രമാണെന്നുള്ള പേര് വച്ചുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുത്തു എന്നാലേ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ പറയുന്നു. അതുവഴി ഈ സ്വാതന്ത്ര്യം എന്നത് എങ്ങനെയാണ്? അത് യൂറോപ്യൻ ഏറ്റവും നല്ലത് ജനാധിപത്യമാണ്. അത് യൂറോപ്പിലുള്ള ജനാധിപത്യം. ആ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഭൂരിപക്ഷ ജനാധിപത്യം. ഈ ഭൂരിപക്ഷത്തെ എങ്ങനെയെങ്കിലും ലോബി ചെയ്തിട്ട് തട്ടിക്കൂട്ടിയിട്ട് ഇവരുടെ ഇഷ്ടത്തിന് നിലനിർത്താനുള്ള വളരെ സൗകര്യമുള്ള ഒരു വ്യവസ്ഥയാണ്. കാരണം ഭൂരിപക്ഷം ഉണ്ടായാൽ മതി. ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരാളെ മതിയാവും. ഈ ഒരാളെ നമ്മളെ കൂടെ കൂട്ടാനായിട്ട് ഇപ്പോൾ അയാൾക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ മതി. അയാൾ എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു 10 ഇരട്ടി കൊടുത്താൽ അയാൾ മാറുന്ന ഒരവസ്ഥ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ കോളനി വിദ്യാഭ്യാസത്തോടു കൂടി ആശ്രിത ബോധം വളർന്നതോടുകൂടി അല്ലെങ്കിൽ പ്രജ എന്ന നിലക്ക് സ്വാർത്ഥത അതിൽ വലിയൊരു ഘടകമായിരുന്നു. ഞാൻ നന്നാവുക, ഞാൻ കൂടുതൽ നമ്മളെ യജമാൻ്റെ അരുമയാവുക, അതിന് ഞാൻ എപ്പോഴും സോപ്പിടുക, അതുവഴി ഞാൻ നന്നാവുക എന്ന ഒരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിരുന്നു ഈ സമൂഹം മുഴുവൻ. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ സ്വാർത്ഥത നിലനിർത്തിക്കൊണ്ട് ഈ യൂറോപ്യൻ ജനാധിപത്യം, അതായത് ഭൂരിപക്ഷ ജനാധിപത്യം ഉണ്ടാക്കിയാൽ അവർക്ക് പിന്നെയും ഈ ലോകം മുഴുവൻ ഈ ഭരണത്തിലുള്ള ആൾക്കാരെ സ്വാധീനിച്ച് അവരുടെ ചൂഷണ രീതി തുടരാൻ കഴിയും. കാരണം ഈ രാജ്യങ്ങളിൽ, ഈ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക ഒഴിച്ച്, അമേരിക്ക എന്ന് പറഞ്ഞത് പാശ്ചാത്യരുടെ അല്ല, അത് അവരൊന്നായിട്ട് കീഴടക്കിയത്. അവിടെയുള്ള 97 പറയുന്നത് എന്തായാലും 90% ജനങ്ങളെ കൊന്നു തള്ളി ആ രാജ്യം കീഴടക്കി വെച്ച് അവർ ഈ പാശ്ചാത്യരുടേതാക്കിയിരിക്കുകയാണ്. അവിടെയുള്ള സാധാരണ ആദിവാസികൾ, അബോറിജിൻസ് എന്ന് പറയുന്ന റെഡ് ഇന്ത്യൻസ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത് ഇന്ത്യ എന്നാണ് വിചാരിച്ചത്. അവിടെയുള്ള ജനങ്ങളുടെ മുഴുവൻ കൊന്ന് ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ ഈ പണ്ട് 60കളിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പഞ്ചായത്തിന് പട്ടികളെ കൊല്ലാൻ പെൺപട്ടിയെ കൊന്നാൽ ഇത്ര, ആൺപട്ടിയെ കൊന്നാൽ അത്ര എന്ന ഒരു പട്ടിക ഉണ്ടായിരുന്നു. അതേപോലെ ഈ അബോറിജിൻസിനെ കൊന്നാൽ അതിൽ പുരുഷനെ കൊന്നാൽ ഇത്ര, കുട്ടിയെ കൊന്നാൽ ഇത്ര, സ്ത്രീയെ കൊന്നാൽ ഇത്ര, അവരുടെ അബോറിജിൻസിൻ്റെ ട്രൈബൽ നേതാവിനെ കൊന്നാൽ ഇത്ര, അയാളുടെ ഭാര്യയെ കൊന്നാൽ ഇത്ര എന്ന് പ്രസിദ്ധീകരിച്ച് അങ്ങനെ സമ്മാനം കൊടുത്തിരുന്ന ഒരു മനുഷ്യകുലത്തിന് അപമാനമായ ഒരു വർഗമാണ് യഥാർത്ഥത്തിൽ
അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ എന്നത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോഴും അവരുടെ നേതൃത്വത്തിലാണ് ലോകം നീങ്ങുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നാം ലോകമഹായുദ്ധം അവർ തമ്മിലുണ്ടായിരുന്ന വഴക്കാണ്. അതിനുശേഷം വളർന്നു വന്ന, പ്രത്യേകിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ അധിപസ്ഥാനത്തേക്ക് വളർന്നു വന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കക്ക് ഉണ്ടായിരുന്ന ഗുണം എന്താ വെച്ചാൽ, ഈ രണ്ട് യുദ്ധങ്ങളിലും അവർക്ക് യാതൊരു പരിക്കും പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള സമ്പത്ത്, അവരുടെ മിച്ച ലാഭമൊക്കെ, അവരുടെ സമ്പത്ത് മുഴുവൻ ഈ ആയുധ കച്ചവടത്തിലൂടെ ഈ ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും ഇടയിലുള്ള കാലത്ത് പൂർണ്ണമായും, കാരണം പിന്നീടും യുദ്ധങ്ങൾ, മത്സരങ്ങൾ ഉറപ്പായതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആയുധങ്ങൾ ശേഖരിക്കാനും ഈ ആയുധങ്ങൾ നിർമ്മിച്ച് അവർക്ക് കൊടുക്കാനുള്ള നല്ലൊരു അവസ്ഥ ഉണ്ടാവുകയും അതൊക്കെ തന്നെ സ്വർണത്തിൻ്റെ രീതിയിൽ ആ സമ്പത്തൊക്കെ അവർ കീഴടക്കുകയും രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി ലോകത്തെ അനിഷേധ്യമായ ഒരു രാജ്യമായിട്ട് അത് മാറുകയും ചെയ്യും. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുച്ചാൽ, അവർ ഒന്നായിട്ട് വിചാരിച്ചിട്ടും ജർമ്മനിയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ ജർമ്മനിയെ തോൽപ്പിക്കാൻ സോവിയറ്റ് യൂണിയന് ജർമ്മനി ആക്രമിച്ചതോടുകൂടി സോവിയറ്റ് യൂണിയന് യഥാർത്ഥത്തിൽ വലിയൊരു പങ്ക് അതിൽ വന്നു. അതോടുകൂടിയാണ് അപ്പോഴേക്ക് ഈ ജർമ്മനിയുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഈ ഐൻസ്റ്റൈൻ്റെയും കൂട്ടരുടെയും, അല്ലെങ്കിൽ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ആറ്റം ബോംബിൻ്റെ ടെക്നോളജിയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയിരുന്ന ജർമ്മനിയുടെ ഭീകരത കണ്ട് പലരും പല ഭാഗത്തേക്കും മാറി. പ്രത്യേകിച്ച് ഐൻസ്റ്റൈൻ തന്നെ അമേരിക്കയിലേക്ക് പോയി. അന്നത്തെ റൂസ്വെൽറ്റാണെന്ന് എൻ്റെ ഓർമ്മ, അന്നത്തെ പ്രസിഡൻറ്റിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, അവർ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത് ലോകത്തെ അവസാനമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൻഹാട്ടൻ പ്രൊജക്റ്റ് ഉണ്ടാവുകയും അതുവഴി ആറ്റം ബോംബ് കണ്ടെത്തുകയും ഈ ആറ്റം ബോംബ് അത് കണ്ടെത്തുന്നതോടുകൂടി തന്നെ ജർമ്മനിയുടെ അവസാനമായിരിക്കണം. ജർമ്മനി പരാജയപ്പെടുകയും ചെയ്തു. അതിന് ശേഷമാണ് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താനും ഇനി മുതൽ ലോക പോലീസായിട്ട് ഞങ്ങളുടെ ആധിപത്യത്തിൽ ലോകം നിലനിൽക്കണമെന്ന ആശയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശരിക്കും ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടത്. അല്ലാതെ ഒരിക്കലും ജപ്പാനെ നീ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. ജപ്പാൻ എന്തായാലും തോൽവി അനിവാര്യമായിരുന്നു. കാരണം ജർമ്മനിയെ കീഴടക്കിയ ചെമ്പട തിരിച്ച് ഈ കിഴക്ക് ഭാഗത്തേക്ക് അവരുടെ തന്നെ കുറേ ഭാഗം പിടിച്ചടക്കിയതുകൊണ്ട് തന്നെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത്, അതായത് എന്തായാലും ജപ്പാൻ ഇനിയുള്ള ബാക്കിയുള്ള എല്ലാ ശക്തികൾ കൂടിയിട്ട് ജപ്പാൻ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള സമയത്താണ് ലോകത്തിനെ ആകെ ഭീഷണിപ്പെടുത്താനായിട്ട് ആറ്റം ബോംബ്. ഈ ആറ്റം ബോംബ് ഉണ്ടാക്കിയെങ്കിലും ഈ കുറച്ച് അതിനിടക്ക് പിന്നെ സോവിയറ്റ് യൂണിയനെ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത്, അതായത് ജനകീയമായി ഈ സ്വകാര്യ സ്വത്ത് ഒഴിവാക്കുക എന്നുള്ള പ്രഖ്യാപനമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേക കുറ്റം. അത് മറ്റവർക്ക്, പ്രത്യേകിച്ചും സ്വകാര്യ സ്വത്ത് കൈവശം വെച്ച ആൾക്കാർക്കും സ്വകാര്യ സ്വത്ത് കുന്നുകൂട്ടണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾക്കും ഒരിക്കലും ആലോചിക്കാൻ തന്നെ കഴിയില്ല.
അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സോവിയറ്റ് യൂണിയൻ തകർക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ വലിയൊരു ശക്തിയായി, പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയൊരു ശക്തിയായി കുതിച്ചുയർന്ന് 50ഓടുകൂടി ഈ ആറ്റം ബോംബ് എന്ന ഭീകരൻ അവരുണ്ടാക്കിയത്. അതോടുകൂടിയാണ് ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളുടെ സമവാക്യങ്ങൾ, യുദ്ധങ്ങളുടെ തിയറിക്ക് ഒരു മാറ്റം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, ഈ 2 ആറ്റം ബോംബുള്ളാകുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതിൻ്റെ പരിസമാപ്തിയിൽ ആരും ജയിക്കാണ്ടാവില്ല എന്ന ഒരു പുതിയ ഇക്വേഷൻ, പുതിയ സമവാക്യം ശാസ്ത്രലോകത്ത് ബോധ്യമായത്. അതോടുകൂടിയാണ് യുദ്ധങ്ങളുടെ അവസാനം കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയെങ്കിൽ പോലും യുദ്ധങ്ങളുടെ ആ ഫ്രീക്വൻസി വല്ലാതെ കുറഞ്ഞു, വളരെ കുറഞ്ഞു, വളരെ ഒരു നിവൃത്തിയില്ലാത്ത അന്ന് വരെ ലോകത്ത് 10-50 സ്ഥലത്ത് അന്യോന്യം യുദ്ധം ചെയ്തിരുന്നത് 1 സ്ഥലത്തോ 2 സ്ഥലത്തോ 3 സ്ഥലത്തോ അങ്ങനെയുള്ള വളരെ കുറഞ്ഞ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചെറിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിയറ്റ്നാമിലായിക്കോട്ടെ, ലാവോസിലായിക്കോട്ടെ, അങ്ങനെ ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ അവർ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കി. അതേപോലെ തന്നെ പിന്നീട് അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവരുടെ എതിർ ശക്തികൾ തകർന്നതോടുകൂടി അവരുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇറാഖിലെ, ലിബിയയിൽ, അഫ്ഗാനിസ്ഥാനിലൊക്കെ അവർ കടന്നു കയറി. അതായത് അഫ്ഗാനിസ്ഥാനിൽ ആദ്യം കടന്നു കയറിയത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ച തടയുക എന്നുള്ള നിലക്ക്. അതിപ്പോൾ ഈ ഇറാനിലും അങ്ങനെ തന്നെയാണ്. 1953 ആ ബാരക്തിയാർ എന്ന് പറഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് നേതാവിനെ ഇല്ലാതാക്കി അവിടെ ഷാ പഹലവിയെ കൊണ്ടുവന്ന് നിർത്തിയത് അമേരിക്കയാണ്. അങ്ങനെ ഈ 2 ചേരിയാകുകയും ആ 2 ചേരിയിൽ ഒരു ചേരി ഈ സ്വകാര്യ സ്വത്ത് എന്നത് ഇല്ലാതാക്കണം, പ്രത്യേകിച്ചും ഈ ഉൽപാദന ഉപകരണങ്ങളുടെ സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കണം. അപ്പോൾ ഉൽപാദന ഉപകരണങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ വളർച്ചയിൽ, വികാസത്തിൽ സമൂഹത്തിൻ്റെ ഒന്നായിട്ടുണ്ടാകുന്നതാണ്. അത് ഇന്ന് ഒരാളുടെ കയ്യിലുണ്ട് എന്ന് വെച്ചിട്ട് അയാളുടെ സ്വന്തമല്ല, സമൂഹത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിൽ സമൂഹത്തിന് ഒന്നായിട്ട് ഉപകാരപ്രദമാണ്. ഇന്നിപ്പോൾ ഈ മുതലാളിത്ത ലോകത്ത് അങ്ങനെയല്ല. 1000 ജനങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഇന്ന് നമ്മളടുത്ത് ഒരു പുതിയ ടൂൾ വന്നാൽ ആ ടൂള് എല്ലാ ആൾക്കാരുടെയും ജോലി ഒഴിവാക്കാൻ, അല്ലെങ്കിൽ 1000 എന്നുള്ളത് 10 ആക്കി ചേർക്കാൻ കഴിയും. പക്ഷേ അതുകൊണ്ടുള്ള ലാഭം മുതലാളിക്ക് മാത്രമാണ്. അത് മുതലാളിക്ക് മാത്രമല്ല, സമൂഹത്തിനൊന്നായിട്ട്, തൊഴിലാളികൾക്കും സമൂഹത്തിനൊന്നായിട്ട് കിട്ടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തിയറി. അതാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പറ്റാത്തതും. കാരണം എന്താ, ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ചൂഷണമില്ലെങ്കിൽ, അതായത് മറ്റ് രാജ്യങ്ങളെ ചൂഷണം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല. അവർക്ക് അതിന് ഈ ശാസ്ത്ര സാങ്കേതിക രീതികളും ശാസ്ത്ര സാങ്കേതിക വികാസവും ഒക്കെ അത്യാവശ്യമാണ്. അത് അവരുടെ കുത്തകയാക്കി വെച്ച് അതനുസരിച്ച് ഈ രാജ്യങ്ങളെ വിദ്യാഭ്യാസപരമായിട്ടും കാർഷികമായിട്ടും ചികിത്സാപരമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുക
എന്നുള്ള ഒരു രീതി, അതുവഴി പിന്നെയും തടിച്ചു കൊടുക്കുക ആ ചൂഷണം നിലനിർത്തുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ പിന്നീട് നടന്നത്. അത് ഒരു വലിയ ഒരു ചൂഷണ പർവം, ചൂഷണ രീതി ഒരു പക്ഷേ അവസാനിക്കാൻ പോവുകയാണ്. അതിന് കാരണം ആയിട്ട് വന്നിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നു എങ്കിൽ പോലും ചൈന അറിയാതെ ചൈനയുടെ ജനങ്ങൾ, ചൈനയിലെ ശക്തി യഥാർത്ഥത്തിൽ ഇന്ന് തുറന്നു വരികയാണ്. കാരണം 49 ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായെങ്കിലും അവിടെ ഉള്ളായിരുന്ന ജനങ്ങളെ പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം ചെയ്യിക്കുകയും വിദ്യാസമ്പന്നരാകുകയും അവരുടെ കഴിവുകൾ വികസിക്കുകയും ഉന്നതമാവുകയും ചെയ്തതോടുകൂടി മാത്രമല്ല അവർ റഷ്യയായിട്ടുള്ള അതിർത്തി തർക്കവും മറ്റൊക്കെ കാരണം ആ റഷ്യയെ തകർക്കാൻ വേണ്ടി ചൈനയുമായിട്ടും കൂടി യോജിച്ചു അമേരിക്കക്കാർ. അങ്ങനെ യോജിച്ചപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ചൈനക്കാർ അവരുള്ള ആൾക്കാർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ജോലി നിങ്ങൾ മാന്യമായ കൂലി കൊടുത്താൽ മതി. അതാണെങ്കിൽ അന്ന് അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതിൻ്റെ 10-1 കൂലി കൊടുത്താൽ മതി, നിങ്ങൾക്ക് സ്ഥലം നമ്മൾ തരാം, അതേപോലെ നിങ്ങൾ ടെക്നോളജിയും സമ്പത്തുമായിട്ട് പണവുമായിട്ട് വന്നാൽ അത് ഈ വേണ്ട സൗകര്യങ്ങളും ഭൂമിയും ജനങ്ങൾ നല്ല ഡിസിപ്ലിൻഡായിട്ടുള്ള അച്ചടക്കമുള്ള പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന ജനങ്ങളെ ഞങ്ങൾ തരാം, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാ ബഹുരാഷ്ട്ര കുത്തകളും അവരെ സംബന്ധിച്ചിടത്തോളം ലാഭമാണല്ലോ കാര്യം, അവരതിൽ വീണു. മാത്രമല്ല ചൈനക്കാരാണെങ്കിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ചെയ്തോ, എങ്ങനെയുണ്ട്, ഞങ്ങൾക്കും കൂടി ഷെയർ കിട്ടണം, ഞങ്ങൾക്ക് ഈ നോഹോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്ര കാലം കൊണ്ട് തരണം എന്ന ഒരു നിബന്ധനയിൽ ലോകത്തുള്ള എല്ലാ പണക്കാരും എല്ലാ ബഹുരാഷ്ട്രവത്തുകളും ചൈനയിൽ വന്ന് വ്യവസായം ആരംഭിച്ചതോടുകൂടി ചൈന ലോകത്തെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഒരു ഹബ്ബായിട്ട്, ഒരു മൂലയായിട്ട് മാറുകയും അതോടുകൂടി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും അന്ന് വരെ ഉണ്ടായിരുന്ന പുസ്തക ഉൽപാദന രീതികൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ ചൈനയെ ഇങ്ങനെ വിട്ടാൽ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അവസ്ഥ അധോഗതിയാവും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അനിവാര്യമായ ഒരു രീതിയിൽ ചൈനയുടെ മുന്നേറ്റം, ചൈനയുടെ കഴിവുകൾ തച്ചു തകർക്കുക എന്നുള്ളത്, അതിനുള്ള ഒരു നീക്കമാണ് നീങ്ങുന്നത്. എങ്കിൽ പോലും ചൈനയാണെങ്കിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചൈന അവിടെയുള്ള ജനങ്ങളുടെ സഹായത്തോടുകൂടി അവരുടെ കഴിവൊക്കെ ഉപയോഗിച്ചിട്ട് പരമാവധി ലോകത്തിലെ എല്ലാ അവരുടെ അധ്വാനം കുറഞ്ഞ ചെലവിൽ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോകത്ത് മുഴുവൻ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ ഒന്നായിട്ട് കൈമാറി അവരുടെ അധ്വാനം ഉപയോഗിച്ചു. ആ അധ്വാനം അവർ ഉപയോഗിക്കുന്നെങ്കിൽ പോലും അവർക്ക് കുറഞ്ഞ കൂലി കിട്ടുള്ളൂ. കൂലി കുറവാണെങ്കിൽ പോലും ചൈനയിൽ അത് വളരെ കാരണം വാടക, അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ചിലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവ്, ആരോഗ്യ സംരക്ഷണത്തിന് ചികിത്സക്കുള്ള ചിലവ്,
അതൊക്കെ ചൈനയിൽ വളരെ 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 കുറഞ്ഞതാണ്. അമേരിക്കയിലൊക്കെ നമുക്ക് എത്ര വലിയ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ 50% നമുക്ക് വാടക കിട്ടും. പിന്നെ മറ്റൊരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വേറെ, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതിലും ഇങ്ങനെ അവസാനം അവിടെ എത്ര കൂടുതൽ കിട്ടിയാലും അവിടെ ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അതിൻ്റെ 1/10 ചൈനയിലുള്ളെങ്കിൽ പോലും അവിടെ സുഭിക്ഷമാണ്. കാരണം കാശ് കൂടുതലില്ലാന്നുള്ളൂ. വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ തന്നെ വിദ്യാഭ്യാസം, പിന്നെ ഈ ഭക്ഷണങ്ങളുടെ ചിലവ്, അതേപോലെ തന്നെ ചികിത്സ, ഇങ്ങനെയുള്ള താമസം, ഇതൊക്കെ തന്നെ വളരെ ചിലവ് കുറഞ്ഞായതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക് കൂടുതൽ സുഭിക്ഷമാണ്. മാത്രമല്ല അവിടെ ആകെ നേരത്തെ പറഞ്ഞ ഓരോ ടെക്നോളജിയും കൊണ്ട് ഉണ്ടാവുന്ന ലാഭം അവർ പരമാവധി തൊഴിലാളികൾക്കും കൊടുക്കും. അതായത് ജോലികൾ ഇങ്ങനെ കുറഞ്ഞ് ഇപ്പോഴൊന്നും നമ്മൾ കുറഞ്ഞിട്ടില്ല. എന്തായാലും ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ സന്തുഷ്ടരായിട്ട് പ്രയാസമില്ലാതെ, അതായത് നമ്മളെ സാധാരണ കാണുന്ന അക്രമങ്ങളും കളവും അനീതിയും ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകമായിട്ട് സുഭിക്ഷമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയായിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ, ഒരു 40 കൊല്ലം മുമ്പ് ലോകത്തിൻ്റെ ഏറ്റവും സ്വർഗമായിട്ട് കണക്കാക്കിയിരുന്ന ലോസ് ഏഞ്ചൽസ് ആയിക്കോട്ടെ, പിന്നെ ന്യൂയോർക്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ഡിട്രോയിറ്റ് ആയിക്കോട്ടെ, ഒക്കെ ഇന്ന് അവിടെയൊക്കെ ജനങ്ങൾ ജീവിക്കാൻ തന്നെ വാടക കൊടുക്കാൻ കഴിയാതെ റോട്ടിൽ കിടക്കുന്ന, അല്ലെങ്കിൽ സ്ട്രീറ്റിൽ കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതായത് അമേരിക്കയിലെ തൊഴിലാളികളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് ചൈനയിലെ തൊഴിലാളികളുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. പർച്ചേസിങ് പവർ പാരിറ്റി എന്നാണ്, അതായത് നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ്. അത് ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് 2000 മുതൽ 2022 വരെ ചൈനയിൽ 5 ഇരട്ടിയായപ്പോൾ അമേരിക്കയുടെ അവസ്ഥ എന്താ വെച്ചാൽ 20 കൊല്ലമല്ല, 22 കൊല്ലമല്ല, 50 കൊല്ലമായിട്ട് അവിടെയുള്ള പർച്ചേസിങ് പവർ പാരിറ്റി, അതായത് 70കളിൽ അന്ന് കിട്ടിയിരുന്ന ജോലി കൂലി കൊണ്ട് എന്താണോ വാങ്ങിയത് അത് മാത്രമേ ഇന്നും വാങ്ങാൻ കഴിയുന്നുള്ളൂ. ശമ്പളം ചിലപ്പോൾ കൂടിയുണ്ടാവും, പക്ഷേ അതിനനുസരിച്ച് വിലയും കൂടുന്നു. സാധനങ്ങൾക്കും പിന്നെ അവശ്യ വസ്തുക്കൾക്കും ചിലവ് കൂടും. ഇതാണ് ഭയങ്കരമായ വ്യത്യാസം. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ചൈന എന്ന ഭീകരസത്വത്തെ, അപകടകരമായി വളരുന്ന ആ പരിപാടിയെ ഇല്ലാതാക്കാതെ ഒരിക്കലും രക്ഷയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ ചൈന എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ മറ്റ് രാജ്യങ്ങളൊക്കെ സൗഹൃദമായി കൂട്ടുകയാണ്. അതായത് 2014 ഇന്നത്തെ ഷീ ജിൻപിൻ എന്ന ചൈനയുടെ ഭരണാധികാരി ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഓരോ നാട്ടിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, റോഡ്, റെയില്, ആശുപത്രികൾ, സ്റ്റേഡിയങ്ങൾ, നിയമസഭാ മന്ദിരങ്ങൾ, പിന്നെ ഊർജ പവർ സ്റ്റേഷനുകൾ, ഡാമുകൾ, വലിയ വലിയ ഡാമുകൾ, ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ ഓരോ രാജ്യത്തും ഉണ്ടാക്കാനുള്ള
ഒരു പരിപാടി. അതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്നത്, BRI എന്ന് പറയുന്നത്. ഇതിന് തന്നെയുള്ള കാരണം എന്താ വെച്ചാൽ അതും അവരുടെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ബുദ്ധിയാണ് നടത്തുന്നത്. ലാഭം, അവർ ഈ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാവും. ഈ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ കറൻസിക്ക് വില കൂടി വരുമ്പോൾ അവർക്ക് പിന്നെ ഇവരുടെ ലാഭം ഇവർക്കും വില കൂടുന്നതായിട്ട് തോന്നും. അതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടി ഓരോ രാജ്യത്തു നിന്നും കിട്ടുന്ന ലാഭം അവർ അവിടെ തന്നെ മുടക്കി അവരെ സഹായിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണിപ്പോൾ ആകെയുള്ള 193 രാജ്യങ്ങളിൽ 155 രാജ്യങ്ങൾ ഈ BRI എന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ പങ്കാളികളായത്. അതായത് ചൈനയുമായി സഹകരിച്ച് നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ ഇന്നത്തെ ലോക ചരിത്രം. ഇപ്പോഴാണ് അതോടുകൂടി ഇവരുടെ ഹെഗമണി ഒരു വലിയ പരിധി വരെ. ചൈനയുടെ പ്രശ്നം എന്താ വെച്ചാൽ ചൈന ഒരു രാജ്യവുമായിട്ടും അവരുടെ രാഷ്ട്രീയവും അവരുടെ വ്യവസ്ഥയും എന്തായാലും അത് രാജഭരണമായിക്കോട്ടെ, പിന്നെ ഡെമോക്രസി ആയിക്കോട്ടെ, പിന്നെ സോഷ്യലിസ്റ്റ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, അവർ അതിൽ ഇടപെടില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അത് ആ നാട്ടുകാർ സ്വയം അവരുടെ ചരിത്രപരമായ കാരണങ്ങളാൽ അവരുടെ നിലവാരമാണ്. അതിൽ മാറ്റം വരുത്താൻ ചൈനക്ക് ബാധ്യതയില്ല. ചൈന അന്യോന്യം സഹകരിച്ച് അന്യോന്യം ലാഭം ഉണ്ടാക്കുന്ന, അന്യോന്യം പുരോഗതി ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത്. അങ്ങനെ അതായത് ചൈന ഓരോ വ്യവസ്ഥിതിയിലേക്കും കടന്നു കയറുമ്പോൾ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അതായത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണിപ്പോൾ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും പശ്ചിമേഷ്യയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അത് എന്തിന് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഇറ്റലി പോലും ഏറ്റവും വഷളത്തയായിരുന്ന ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ ഇറ്റലിയിലുള്ളതെങ്കിൽ പോലും അവർ പോലും ഇപ്പോൾ ഈ BRIയിൽ രണ്ടാമത് ചേർന്നു. ഈ ബൈഡൻ്റെയും ഒക്കെ എല്ലാ കരിയിടകളും ഒഴിവാക്കിക്കൊണ്ട്, അതായത് നാറ്റോ ശക്തികൾക്കൊക്കെ തന്നെ ഈ ചരിത്രത്തിൽ ഇത്രയും വീക്കായിട്ടുള്ളൊരു കാലം ഉണ്ടായില്ല എന്നർത്ഥം. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. അതായത് ഈ ട്രംപിൻ്റെ കാലത്ത് നാറ്റോ എന്നത് വളരെ വീക്കായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനുശേഷം ബൈഡൻ വന്ന് അതൊക്കെ രണ്ടാമത് പുനഃസ്ഥാപിക്കപ്പെട്ട് അവരുടെ കരാറുകളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ട് അത് ഏറ്റവും ശക്തമായ ഒരവസ്ഥയിലുണ്ടായിരുന്നു. അതിൽ പോലും വിള്ളലുകൾ വരുത്തിക്കൊണ്ടും വന്നുകൊണ്ടും ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ പറഞ്ഞ ഈ കൊളോണിയൽ രാജ്യങ്ങളുടെ, അതായത് കോളനി രാജ്യങ്ങളുടെ ആ ചൂഷണ പർവ്വം പല രീതിയിലുള്ള അത് കുറയാനുള്ള സാധ്യത ഉണ്ട്. അത് കുറഞ്ഞാൽ മാത്രമേ അവരുടെ സ്വാധീനം, അവരുടെ ആധിപത്യം ഇല്ലാതായാൽ മാത്രമേ ലോകത്ത് ശരിയായ ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് മാറാൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ അങ്ങനെ വരികയാണെങ്കിൽ അത് ഈ 21-ാം നൂറ്റാണ്ടോടുകൂടി അതിനെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏകദേശം 140 കോടി ജനങ്ങൾ, അവരുടെ ആവറേജ് IQ 105.8 ആണെന്നാണ് ലേറ്റസ്റ്റ് ഞാൻ വായിച്ചത്. എന്തായാലും അങ്ങനെ ഈ
സയൻസ് ആൻഡ് ടെക്നോളജിയിലും ബുദ്ധിശക്തിയിലും ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയുള്ള, ഏറ്റവും കൂടുതൽ ക്യാപിറ്റലുള്ള ചൈന അവരെ മറികടക്കാനും തോൽപ്പിക്കാനും സാധ്യതകൾ വളരെ കൂടുതലാണെന്നും, അങ്ങനെ തോൽപ്പിക്കുകയാണെങ്കിൽ എന്തായാലും പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല തോൽപ്പിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 80 കൊല്ലമായിട്ടെങ്കിലും, അതിൻ്റെ മുമ്പുണ്ട്, 80 കൊല്ലമായിട്ടെങ്കിലും സൈനിക ബജറ്റ് മറ്റ് 10 രാജ്യങ്ങളുടെ സൈനിക ബജറ്റിനേക്കാളും കൂടുതലാണ്. അത്രത്തോളം കൂടുതൽ സൈനികമായുള്ള യുദ്ധത്തിനും യുദ്ധസാമഗ്രികൾക്കും യുദ്ധ ആയുധങ്ങൾക്കും ആയിട്ട് ചെലവഴിച്ച രാജ്യം എന്ന നിലക്ക് അവർക്ക് മേൽക്കൈ ഉണ്ടാവാം. പക്ഷേ ബുദ്ധിശക്തിയിലും ടെക്നോളജിയിലും ചൈന അവരെ മറികടക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ടുള്ള 5Gയും 6Gയും. അപ്പോൾ അങ്ങനെ ഈ ആകെയുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട 43 മേഖലകൾ, ടെക്നിക്കൽ മേഖലകളിൽ 7 മേഖല ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചൈന ആധിപത്യം പുലർത്താൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഈ 7-ൽ പോലും വിരലിനാവുന്ന കൊല്ലങ്ങൾ കൊണ്ട് ചൈന അമേരിക്കയെ മറികടക്കും. മാത്രമല്ല ഇപ്പോഴുള്ള പാറ്റൻറ്റുകൾ നോക്കിയാൽ, അതായത് പുതിയതായ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള കണ്ടുപിടുത്തങ്ങളുടെ പാറ്റൻറ്റ് നോക്കിയാൽ അത് അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ അവാർഡിങ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതലായിട്ട് ചൈന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പണ്ടത്തെ ആ ആയുധങ്ങളും അല്ലെങ്കിൽ സംഹാരശേഷിയും കൊണ്ട് ലോകത്തെ ഭരിക്കാം എന്നുള്ള ആ അവസ്ഥ മെല്ലെ മെല്ലെ മാറുന്ന ഒരു പാരഡിഗം ഷിഫ്റ്റ് ലോകത്തുണ്ടാകും. അതായത് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബുദ്ധിശക്തിയിലുമാണ് ഉള്ളവരാണ് ലോകം ഭരിക്കുക എന്നൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളെ കീഴടക്കി ഭരിക്കുക എന്ന് അവരുടെ സ്വഭാവമല്ല. അവർ പണ്ട് അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും മുന്നിലായിരുന്നെങ്കിൽ പോലും അവർ 5000 കൊല്ലമായിട്ട് മറ്റൊരു രാജ്യത്തെ കീഴടക്കാനും മറ്റ് രാജ്യങ്ങളിൽ പോയി ആ രാജ്യങ്ങളെ കീഴടക്കി അവിടുന്ന് കവർന്നെടുത്ത് കൊണ്ടുവരിക എന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ഏകധ്രുവ ലോകത്തിൽ നിന്നും ബഹുധ്രുവ ലോകത്തിലേക്ക്, അതിൽ ചൈനയും ഒരംഗം, ആ രീതിയിലേക്ക് മാറുക. അതിനുള്ള ഏറ്റവും നല്ലൊരു തെളിവാണ് ബ്രിക്സ്. ആ ബ്രിക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യമായ ഒരു കൺസെൻസസ് ഡെമോക്രസി. അത് പാശ്ചാത്യർക്ക് അറിയില്ല കേട്ടോ. അവിടെ ഭൂരിപക്ഷ ജനാധിപത്യമാണ്. ഭൂരിപക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൽ 5 കൊല്ലത്തിൽ ഒരിക്കൽ ജനാധിപത്യ രാജ്യത്ത് വോട്ടർക്ക് 5 കൊല്ലത്തിൽ ഒരിക്കൽ വോട്ട് ചെയ്യാനുള്ള അവകാശം. പിന്നെ അവകാശങ്ങളൊക്കെ അവരിൽ നിന്ന് തട്ടിയെടുത്ത് ഭൂരിപക്ഷം ആർക്കാണോ സംഘടിപ്പിക്കാൻ കഴിയുക അവരാണ് രാജ്യം ഭരിക്കുന്നത്, അവരാണ് തീരുമാനം. അതിൽ നിന്ന് മാറി കൺസെൻസസ്, എല്ലാവരും ആരെങ്കിലും ഒരാൾ എതിർത്താൽ ആ പരിപാടി വേണ്ടാന്ന് വെക്കുന്ന ഒരു രീതിയിലേക്കാണ് ബ്രിക്സിൻ്റെ ഒക്കെ, ഞാൻ ശരിക്കും കണ്ടില്ല ബ്രിക്സൊക്കെ നിലവിൽ വന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ തന്നെ ഒരു 50-ലധികം, ഇപ്പോൾ 10 അംഗങ്ങളുണ്ട്. ആ 10 അംഗങ്ങളും ഒരു 50 അംഗങ്ങളും കൂടി ഇപ്പോൾ അതിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ പുതിയ ഒരു ലോക വ്യവസ്ഥ, ഐക്യരാഷ്ട്രസഭയൊക്കെ നേരെ പറഞ്ഞ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, എല്ലാവരും തുല്യരാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിൽ
പണ്ടേ അവർ വിചാരിച്ചിട്ടുണ്ട് ഈ പിന്നെ അതിൽ സെക്യൂരിറ്റി കൗൺസിലുള്ള ആൾക്കാർക്ക് മാത്രമേ വീറ്റോ പവറുള്ളൂ. ആ വീറ്റോ പവർ ഉപയോഗിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടത്താനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായ ആ ശക്തികളൊക്കെ തന്നെ ഇല്ലാതാവാനും പുതിയ ഒരു, അതായത് എല്ലാ രാജ്യങ്ങളും എത്ര ചെറുതായാലും പ്രബലനായിക്കോട്ടെ ബലമുള്ളവനായിക്കോട്ടെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളും എല്ലാവർക്കും നീതിയും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സംഘടനയായിട്ട് ബ്രിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബ്രിക്സും നാറ്റോ ശക്തികളും കൂടി നോക്കുകയാണെങ്കിൽ സാമ്പത്തിക രംഗത്ത് 35%, ഇപ്പോൾ 10 പേരെയും കൂടി കൂട്ടിയാൽ അവസാനം വന്ന 5 പേരെയും കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാറ്റോ ശക്തികളുടെ ഏകദേശം വളരെ കൂടുതൽ സാമ്പത്തികമായ GDP ഉള്ള രാജ്യങ്ങളാണ് കൂടിയിരിക്കുന്നത്. അത് ഈ ബാക്കിയുള്ള ഇപ്പോൾ റഷ്യയിൽ വച്ച് ഈ ഒക്ടോബറിൽ ചേരുന്ന അതിൽ മറ്റുള്ള ഈ 10-45 അംഗങ്ങളും കൂടിയും ചേരുന്നതോടുകൂടി ലോകത്തെ ഏറ്റവും ശക്തമായ സംഘടനയായിട്ട് ബ്രിക്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ പിന്നീടുണ്ടാവുന്ന ഒരുപക്ഷെ അനിവാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പല ശാസ്ത്ര സാങ്കേതിക രംഗത്തും ചൈന വളരെയധികം മുന്നേറിയിരിക്കുന്നു. ചൈനയെ തൊട്ടാൽ എന്താവും എന്ന് അമേരിക്കക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയും അമേരിക്കയും ഒക്കെ തന്നെ ഒരു സഹവർത്തിത്വത്തിൻ്റെ അന്യോന്യം സഹായിക്കുന്നതിൻ്റെ മ്യൂച്വൽ ഷെയറിങ്ങിൻ്റെ ഒരവസ്ഥയിലേക്ക് വന്നാൽ അതോടുകൂടി നേരത്തെ പറഞ്ഞ ആ ചൂഷണ പർവ്വം, അതായത് 500 കൊല്ലമായിട്ട് ഈ യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെ ചൂഷണ രീതികൾ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല എല്ലാ രാജ്യങ്ങളും അന്യോന്യം സഹായിക്കുകയും അന്യോന്യം വികസനത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു രീതിയിൽ, മാത്രമല്ല യുദ്ധങ്ങൾ പരമാവധി ഇല്ലാതാക്കുന്ന, യുദ്ധം കൊണ്ടല്ല മെച്ചം, യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും നേടാൻ കഴിയില്ല, നഷ്ടപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരസ്പര ബഹുമാനത്തോടു കൂടി ചർച്ച ചെയ്ത് ചരിത്രപരമായ അവസ്ഥകൾ വിശകലനം ചെയ്ത് അന്യോന്യമുള്ള പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തീർക്കുകയാണ്. അതായത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് ഏറ്റവും നല്ലത് അഹിംസാപരമായ ഒരു അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു ഇടപെടലാണ് എന്ന ഗാന്ധിയുടെ തത്വം അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഈ സൈനിക ചെലവ് വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല ജനങ്ങളെ ചൂഷണം ചെയ്യുക, ജനങ്ങളെ എന്ന ഒരു നയം ഇല്ലാത്തിടത്തോളം കാലം ഈ ഇങ്ങനെയുള്ള സുരക്ഷ എന്നതിനായിട്ടുള്ള ചെലവ് വളരെയധികം കുറക്കാൻ കഴിയും. അതോടുകൂടി ഈ നേരെ മറിച്ച് നമ്മൾ വിദ്യാഭ്യാസത്തിനും അതേപോലെ ഇനി വരുന്ന തലമുറകളെ വാർത്തെടുക്കാനും അവരെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെയൊക്കെ നേരിടാൻ പ്രാപ്തരാക്കാനും പുതിയ മുമ്പിലുള്ള പ്രശ്നത്തെ ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും
അതിൻ്റെ നിർദ്ധാരണം ചെയ്യാനും ഉള്ള കഴിവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം വഴി നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഐക്യം, വ്യക്തിയുടെയും ബുദ്ധിമാനം വർദ്ധിപ്പിക്കാനും അതുവഴി ലോകത്തിനാകെ ഒരു ഉന്നതമായ അവസ്ഥയിൽ, ഒരു സ്വർഗീയമായ അവസ്ഥ പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിച്ച മനുഷ്യൻ ഈ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് കൃഷി എന്ന സംസ്കാരം വന്നതോടുകൂടി മരുഭൂമിവൽക്കരിക്കപ്പെട്ട ഈ ലോകത്തെ, ഈ ഭൂമിയെ, ഈ പ്ലാനറ്റിനെ രണ്ടാമത് തിരിച്ച് പൂർണ്ണമായും മരുഭൂമികളൊക്കെ ഡെസേർട്ടിഫിക്കേഷൻ, അവിടെയൊക്കെ മലർവാടികളാക്കുന്ന അല്ലെങ്കിൽ പച്ചപ്പുതപ്പ് കൊണ്ട് പുതപ്പ് വിരിക്കുന്ന, അവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തെ മുഴുവൻ കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ ഊർജ്ജഗുളികകളും അല്ലെങ്കിൽ ഭൂമിയുടെ സമ്പത്തുമാക്കി മാറ്റുന്ന, ഭൂമിയുടെയും ജന്തുക്കളുടെയും സമ്പത്തുമാക്കി മാറ്റുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ കടക്കും. അങ്ങനെ കടക്കുന്ന നൂറ്റാണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ട്. അതിന് ഏറ്റവും അനിവാര്യമായത് ഈ പിശാചിൻ്റെ ആധിപത്യം, അതായത് അമേരിക്കയുടെ ആധിപത്യം അല്ലെങ്കിൽ കോളനൈസിങ് രാജ്യങ്ങളുടെ ആധിപത്യം തകർക്കുക, മറ്റ് രാജ്യങ്ങളെ ചൂഷണം ചെയ്തിട്ട് ജീവിക്കുക എന്ന രീതി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതിനുള്ള ലക്ഷണങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ബുർക്കിന ഫാസോയിലും മാലിയിലും നൈജറിലൊക്കെ കണ്ടു. നൈജറിലുണ്ടായിരുന്ന യുറേനിയം ആകെയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉള്ള സ്ഥലങ്ങളിലൊന്നും ഈ ആകെ വളരെ കൂടുതൽ യുറേനിയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ ഒരു രാജ്യം കൂടിയായി. കാരണം എന്താ പറഞ്ഞാൽ ഈ യുറേനിയം മുഴുവൻ കൊണ്ടുപോകുന്നത് ഫ്രാൻസാണ്. അത് കൊണ്ടുപോകുന്ന അവരുടെ പുതിയ പുതിയ നിയമങ്ങൾ, ആ ഫ്രാങ്കോഫോൺ എന്ന 8ഓളം രാജ്യങ്ങളുള്ള ആ രാജ്യങ്ങൾ മുഴുവൻ പുതിയ രീതിയിൽ, ഒരു നവ കൊളോണിയൽ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് ഭരിപ്പിച്ച് അവിടേക്കുള്ള പ്രത്യേക കരാറുകൾ ഉണ്ടാക്കി അവർക്കൊക്കെ വളരെ കുറഞ്ഞ കൂലിയും കുറഞ്ഞ പൈസയും കൊടുത്തിട്ട്, അതായത് ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ വെറും 90 പൈസ കൊടുത്തിട്ട് 120 രൂപക്ക് ആ യുറേനിയം പുറത്ത് വില ഉള്ളപ്പോൾ 90 പൈസ മാത്രം കൊടുത്ത്, ഞാൻ ആനുപാതികമായിട്ട് പറയാണ്, പൈസയും നല്ല ഡോളറിൻ്റെയാണ്, യൂറോ ഒക്കെ ആയിരിക്കും. അങ്ങനെ കൊടുത്ത് അതിൽ തന്നെ ഈ അങ്ങനെ കിട്ടുന്ന പൈസയിൽ 25% മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ ഫ്രാൻസിൻ്റെ ബാങ്കിൽ നിക്ഷേപിച്ച് അതിന് പലിശ കൊടുത്തിട്ട് മാത്രമേ അതിന് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ രാജ്യങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്തിട്ടാണ് ഫ്രാൻസൊക്കെ നിലനിൽക്കുന്നത്. അതൊക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. നൈജറിൽ അവിടുന്ന് ഫ്രാൻസിൻ്റെ സൈന്യത്തെ അവർ പുറത്താക്കി. അതിനുശേഷം അമേരിക്കയുടെ സൈന്യത്തെയും പുറത്താക്കി. ഇങ്ങനെ ഉള്ള ഒരവസ്ഥ ലോകത്തൊന്നായിട്ട്. അത് ആ നൈജറിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ആഫ്രിക്കയിലുള്ള മുഴുവൻ 53 രാജ്യങ്ങളുടെയും ജനങ്ങളെ ത്രസിപ്പിക്കുന്നതും ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നതും അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ ഭരണാധികാരികളെ വിറപ്പിക്കുന്നതുമാണ്. ഇത്രയും കാലം പല രാജ്യങ്ങളും ഇവരുടെ പപ്പറ്റുകളായി നിന്നുകൊണ്ട് ഈ ചൂഷണം പൂർണ്ണമായിട്ടും നിലനിർത്തുകയായിരുന്നു. അതിനുള്ള കരാറുകൾ ഒപ്പിട്ടിട്ട് അങ്ങനെയാണ് നടന്നത്. അവരൊക്കെ പ്രശ്നങ്ങളും അവർക്കൊക്കെ ഭയങ്കര ആഫ്രിക്കൻ ലിബറേഷൻ്റെ പതാകവാഹകരായിട്ട് ഈ ബുർക്കിന ഫാസോയും മാലിയും നൈജറും
ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ട്രെൻഡ് മറ്റ് രാജ്യങ്ങളിലും, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കയുടെ ബ്രിട്ടൻ വുഡ് തന്ന 1880കളുടെ അവസാനം ഉണ്ടായ ഒരു ഇതനുസരിച്ച് അവിടെയൊക്കെ അമേരിക്കയുടെ ആധിപത്യത്തിൽ നിന്നും അവരും മെല്ലെ മെല്ലെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മാറ്റം വളരെ വലുതാണ്. ആ മാറ്റം പ്രത്യേകിച്ചും ഈ പാശ്ചാത്യ കൊളോണിയൽ രാജ്യങ്ങളുടെ ആധിപത്യം, അല്ലെങ്കിൽ അമേരിക്കയുടെ ആധിപത്യം, അല്ലെങ്കിൽ നാറ്റോ ശക്തികളുടെ ആധിപത്യം തകരുന്നതോട് ഇനി വരുന്ന തകരുന്നതോടുകൂടി ലോകത്ത് കൂടുതൽ ശരിയിലേക്ക്, കൂടുതൽ ജനാധിപത്യവൽകൃത രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഈ ഇപ്പോഴുള്ള യൂറോപ്യൻ ഡെമോക്രസി കൊണ്ടുണ്ടാവുന്ന, അതായത് മെജോറിറ്റേറിയൻ ഡെമോക്രസിയിൽ നിന്ന് കൺസെൻസസ് ഡെമോക്രസിയിലേക്ക് മനുഷ്യൻ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നും, അങ്ങനെയെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു ചരിത്രത്തിൽ ഇന്നേ വരെ നമുക്ക് കാണാത്ത അത്ര ശാന്തിയും സമാധാനവും സമ്പന്നവുമായ ഒരു പ്ലാനറ്റായി മാറും. അത് ആ സമയത്തോട് അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് 22ാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം, അഗ്രികൾച്ചർ, ചികിത്സ എന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ ഈ പരമ്പരയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മലയാളത്തിൽ തന്നെ പറയാനുണ്ടായ കാരണം ഇത് പ്രവചിച്ചത് അല്ലെങ്കിൽ മലയാളികളാണ് എന്ന് വരുന്നതിൽ എനിക്ക് ഒരു അന്തസ്സും അഭിമാനവും ഈ മാതൃരാജ്യത്തോടുള്ള ഒരു സ്വാഭിമാനം ഉള്ളത് കൊണ്ടാണ്, ദേശസ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ കുറേ വിഷമിച്ചിട്ടാണെങ്കിലും എനിക്കിത് ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള കാരണം ഇത് മലയാളം നമ്മുടേതാണ്. നമ്മളെ ഈ ലോകത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു മാറ്റത്തെക്കുറിച്ചിട്ട് ആദ്യമായി എന്തായാലും അനിവാര്യമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റം ഇങ്ങനെ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ അത് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ആദ്യം പറയുന്നു എന്നത് എന്തായാലും നമുക്കൊക്കെ അഭിമാനകരമാണ് എന്ന് കണക്കാക്കിയാണ് പറഞ്ഞത്. എന്തായാലും സമയം വളരെ കൂടുതലായി പോയി, ക്ഷമിക്കണം. ഇത്ര നേരം കണ്ടിരുന്നവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവർക്ക് ഇത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, മറ്റുള്ള സുഹൃത്തുക്കൾ ഇത് ചർച്ച ചെയ്യണം. മാത്രമല്ല അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യണം എന്നും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.